നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2025 ഫെബ്രുവരി മാസം 22-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ താപനില ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുവാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ ജാഗ്രതാ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപ നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ എല്ലാവരും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ്. പകൽ സമയം 11 മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെയുള്ള സമയപരിധി പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്റ്റാർട്ടപ്പുകളൊക്കെ തന്നെ ആരംഭിക്കുന്നതിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറുകിട സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നോർക്ക റൂട്ട്സുമായിട്ട് സഹകരിച്ചുകൊണ്ട് കുടുംബശ്രീയുമായിട്ടൊക്കെ സഹകരിച്ചാണ് പ്രവാസി ഭദ്രത പേൾ എന്ന് പറയുന്ന ഒരു വായ്പാ പദ്ധതി, പലിശരഹിത വായ്പാ പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. 2 ലക്ഷം രൂപ വിതരണം ചെയ്യുന്നുണ്ട് ഈ വായ്പാ പദ്ധതിയുമായി ബന്ധപ്പെട്ട്. CDSകൾ വഴി അപേക്ഷാ ഫോമുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. വിശദമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് അത് അടിസ്ഥാനമാക്കിയായിരിക്കും നമുക്ക് ധനസഹായം ലഭിക്കുന്നത്. അതുമാത്രമല്ല 2 വർഷത്തോളമുള്ള തിരിച്ചടവ് കാലാവധിയുമുണ്ട്. അതോടൊപ്പം തന്നെ വായ്പ ലഭിച്ച് 3-ാം മാസം മുതൽ മാത്രം തിരിച്ചടവ് ആരംഭിച്ചാൽ മതിയാകും. പലിശരഹിത വായ്പാ സഹായമാണ്. അതുകൊണ്ട് തന്നെ ആനുകൂല്യം പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയിട്ട് നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾ ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, ക്യാൻസർ തുടങ്ങിയവയൊക്കെ തന്നെ കണ്ടെത്താൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രാജ്യവ്യാപക പരിശോധനകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. 30 വയസ്സിന് മുകളിലുള്ള എല്ലാ പൗരന്മാരെയും പരിശോധിച്ച് ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം. നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിശോധന. ഇന്നലെ മുതൽ ആരംഭിച്ച സൗജന്യ പരിശോധന മാർച്ച് 31 വരെ നീളുന്നതായിരിക്കും. എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും രക്തസമ്മർദ്ദം, പ്രമേഹം, ഓറൽ സ്തന, സെർവിക്കൽ ക്യാൻസറുകൾ എന്നിവയൊക്കെ തന്നെ കണ്ടെത്താനുള്ള പ്രത്യേക സ്ക്രീനിംഗ് ഡ്രൈവ് നടത്തുന്നതാണ്. സംസ്ഥാനത്ത് ആശാ വർക്കർമാർ വീടാന്തരം എത്തിയാവും പരിശോധിക്കുക. ഇതുകൂടാതെ തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയും പരിശോധനയിൽ പങ്കെടുക്കാൻ സാധിക്കും. പരിശോധനയ്ക്ക് ആവശ്യമായിട്ടുള്ള BP മോണിറ്ററുകളും ഗ്ലൂക്കോമീറ്ററുകളും മറ്റ് മെഡിക്കൽ ഉപകരണങ്ങളും അതാത് സംസ്ഥാന സർക്കാരുകളാണ് സജ്ജീകരിക്കുന്നത്. വിവരങ്ങൾ തത്സമയം NPNCD പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ പോർട്ടലിലൂടെ പരിശോധിക്കാനും സൗകര്യമുണ്ടാകും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേന്ദ്ര സർക്കാരിന്റെ അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണം പ്രത്യേകിച്ചും ഫെബ്രുവരി മാസത്തിൽ ആരംഭിക്കുകയാണ്. തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈകളിലേക്ക് ധനസഹായം സ്വീകരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ, അതുപോലെ തന്നെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷന്റെ 1600, മൊത്തത്തിൽ 3600 രൂപയോളം ഇങ്ങനെ സഹായമായിട്ട് ഈ ഒരു സമയത്ത് ഫെബ്രുവരി മാസം നമ്മുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയാണ്. ഫെബ്രുവരിയിലെ അവസാന ആഴ്ച തിങ്കളാഴ്ച മുതൽ തന്നെ ധനസഹായ വിതരണം ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ കിസാൻ സമ്മാൻ നിധിയുടെ തുകയായിരിക്കും എത്തിച്ചേരുക. തൊട്ടു പിന്നാലെ തന്നെ ക്ഷേമ പെൻഷന്റെ വിതരണവും ആരംഭിക്കുന്നതായിരിക്കും. അടുത്തയാഴ്ച തന്നെ ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കുന്നതാണ്. ഒരു ഗഡു 1600 രൂപ ഫെബ്രുവരി മാസത്തെ ആയിരിക്കും വിതരണത്തിനായിട്ട് തയ്യാറാവുക. 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവരെ കൂടി ചേർത്താണ് 62 ലക്ഷം വരുന്ന ആളുകൾക്ക് ഈ സംസ്ഥാനത്ത് ഇപ്പോൾ ക്ഷേമ പെൻഷൻ സഹായങ്ങൾ എത്തിച്ചേരുന്നത്. അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ 4 ദിവസം വൻ വർധനവ് രേഖപ്പെടുത്തി ചരിത്ര നിരക്കിലെത്തിയ സ്വർണ്ണവിലയിൽ ആശ്വാസം. പവന് 360 രൂപ കുറഞ്ഞു. വെള്ളി നിരക്കിൽ മാറ്റമില്ല. വെള്ളിയാഴ്ച ഫെബ്രുവരി 21-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 45 രൂപയും പവന് 360 രൂപയുമാണ് കുറഞ്ഞത്. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 8025 രൂപയിലും പവന് 64,200 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.